പ്രത്യാശയുടെയും സഹനത്തിന്റെയും അനശ്വര സന്ദേശവുമായി ഈസ്റ്ററിനെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങ് നടന്നു. ഉയിർപ്പിന്റെയും സഹനത്തിന്റെയും സന്ദേശം നൽകി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ തിരുകർമ്മങ്ങൾ നടന്നു. 50 ദിവസം നീണ്ടുനിന്ന നോമ്പിനും ഓശാന ഞായർ തൊട്ടു തുടങ്ങിയ വിശുദ്ധ വാരത്തിനും ഇതോടെ പരിസമാപ്തിയാകും. തിരുവനന്തപുരത്തെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജോ നെറ്റയുടെ നേതൃത്വത്തിൽ തിരുകർമ്മങ്ങൾ നടന്നു. പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ എന്നും ലോകത്തിന് ഇന്ന് അത്യാവശ്യം പ്രത്യാശയാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. നിരാശയിലും വിഷാദത്തിലും ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും കഴിയുന്ന സകല മനുഷ്യരോടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇപ്രകാരം പറയുന്നു: നീ നിരാശനാകരുത്, വിഷ്ണനാകരുത്, പ്രതീക്ഷയോടെ കാത്തിരിക്കൂ, മൂന്നാം നാൾ നിനക്കും ഒരു ഉയർപ്പുണ്ട്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉയർപ്പ് ശുശ്രൂഷകൾ നടന്നു. ഈസ്റ്റർ ദിന സന്ദേശത്തിനിടെ മുനമ്പം രാഷ്ട്രീയ പ്രശ്നവും ആർച്ച് ബിഷപ്പ് പരാമർശിച്ചു. ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിൽ ജീവനുണ്ട് എന്നുള്ളൊരു സത്യമാണ്. കൊച്ചിയിലെ തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിലെ ഉയർപ്പ് ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം നൽകി. വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും നിന്റെ സമാധാനങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. സ്നേഹത്തിന്റെയും വികാര വായ്പയുടെയും ഈസ്റ്റർ സന്ദേശം അദ്ദേഹം നേർന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ തുടരുന്നതിനാൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിട്ടുനിന്നു. കർദിനാൾ കോളേജ് ഡീൻ ജിയോവാനി ബാറ്റിസ്റ്റയാണ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.